ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർപ്പിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ അറിയും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടെ അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ. എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ അടുത്തുള്ള ഈ പാറയിൽ നീ നിൽക്കുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരു ഇടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ കൂടെ പോകണമെന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. അവൻ ഒരു സഹായകനായിട്ട് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പം കർത്താവ് മോശയോട് പറയുന്നു, നിനക്ക് സഹായകനായിട്ട് മറ്റൊരുത്തനെ അയക്കുന്നില്ല, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയാണ്. ഞാൻ തന്നെ നിൻ്റെ കൂടെ ഉണ്ടാകും. അതിനവൻ അടയാളം ചോദിക്കുമ്പം കർത്താവ് അതിന് വ്യക്തമായ ഉത്തരവും കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയുക, നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഈ ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും വെച്ച് ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ഞങ്ങൾക്ക് വേറൊരു നേച്ചർ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു സ്വഭാവവും രീതിയും കഴിവും ശക്തിയും പ്രാപ്തിയും എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പോടുകൂടി മോശ അത് ആവർത്തിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും മോശയ്ക്ക് കർത്താവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മോശയോട് പറയുക, ഒരു മനുഷ്യനും എൻ്റെ മുഖം കാണാൻ പറ്റില്ല, കണ്ടാൽ അവൻ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു പാറയുടെ ഇടുക്കിൽ നിർത്തിയിട്ട് നിന്റെ മുഖം മറച്ചിട്ട് എൻ്റെ പിൻഭാഗം ഞാൻ കാണിക്കാം. അത്രയേറെ ഉറപ്പോടുകൂടി ദൈവം മോശയെ കൂടെ അല്ലെങ്കിൽ മോശയുടെ കൂടെ ദൈവം പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തകർന്ന താളടിയായി പോകും. മറ്റുള്ളവർ മുമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. എല്ലാ പ്രതിസന്ധികളും എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, എനിക്ക് രക്ഷപ്പെടാനാവില്ല, പ്രതിസന്ധികൾ പ്രശ്നങ്ങളും കൂടെ നിൽക്കുകയാ എന്നൊക്കെയുള്ള ഭാരവും പ്രയാസങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തുമ്പം മോശയോട് പറഞ്ഞ അതേ കർത്താവ് നമ്മോട് പറയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ മുന്നോട്ട് പോകുക, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ നടത്തുമെന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയം വെച്ച് പോകുന്ന എല്ലാ മനുഷ്യനും ദൈവം കൊടുക്കുന്ന വാഗ്ദാനം ഇതാ, അവൻ കൂടെ ഇരുന്ന് നടത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ആ ഉത്തമ ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമാണ്.
സമൂഹത്തിൽ നമ്മൾ വേറിട്ടൊരു ജനതയായിട്ട് തന്നെ വളരും. ആ ഒരു ബോധ്യം നമുക്ക് ആഴത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ വ്യത്യസ്തരാണ്, സാധാരണ മനുഷ്യരെ പോലെയല്ല എന്നുള്ള ആഴമായ ബോധ്യത്തോടുകൂടി കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.